കണ്ണൂർ വിമാനത്താവള വികസനത്തിനായി ഏറ്റെടുത്ത ഭൂമിയുടെ പേരിൽ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് കീഴല്ലൂർ കാനാട്ടെ 165ഓളം കുടുംബങ്ങൾ. വാഗ്ദാനം ചെയ്ത നഷ്ടപരിഹാര തുക 8 വർഷം കഴിഞ്ഞിട്ടും ലഭിച്ചിട്ടില്ല. ഏറ്റെടുക്കൽ നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ വിൽപ്പനയോ കെട്ടിടത്തിന്റെ നവീകരണമോ സാധ്യമല്ലാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ. പ്രദേശവാസിയും വൃക്കരോഗിയുമായ നസീറയുടെ 5 സെന്റ് ഭൂമിക്ക് ജപ്തി നോട്ടീസ് കൂടി വന്നതോടെ നാട്ടുകാരുടെ ആശങ്ക കൂടിയിരിക്കുകയാണ്. വിമാനത്താവളത്തിന്റെ റൺവേ വികസനം പറഞ്ഞാണ് കീഴല്ലൂർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട നസീറടക്കമുള്ളവരുടെ വീടും പുരയിടവും ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനം വന്നത്. 2017 കാനാട്ടെ 165 കുടുംബങ്ങളുടെ 200 ഏക്കറോളം ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടിയും തുടങ്ങി. 8 വർഷം കഴിഞ്ഞിട്ടും വാഗ്ദാനം ചെയ്ത പണം നസീർ അടക്കമുള്ളവർക്ക് ലഭിച്ചിട്ടില്ല. ഇതിനിടെ രോഗം മൂർച്ഛിച്ച ഘട്ടത്തിൽ തലശ്ശേരി കാർഷിക ഗ്രാമവികസന ബാങ്കിൽ നിന്ന് നസീറയും കുടുംബവും 5 ലക്ഷം രൂപ സ്ഥലം പണയപ്പെടുത്തി വായ്പയെടുത്തു. തിരിച്ചടവ് മുടങ്ങിയതോടെ ജപ്തി നോട്ടീസ് അയച്ചിരിക്കുകയാണ് ബാങ്ക്. ആ ലോൺ എടുത്ത് ഇപ്പോൾ ഏകദേശം 6.25 ലക്ഷം റുപ്യയായി. എൻ്റെ വീട് സ്ഥലം ഇപ്പം വിൽക്കണമെങ്കിൽ ഈ ഗവൺമെൻറ് അനുമതി കിട്ടണം. ഈ വീടും സ്ഥലത്തിന് ഇപ്പോൾ 45 ലക്ഷം റുപ്യ ഇപ്പം പറയുന്നുണ്ട്. രജിസ്റ്റർ ചെയ്യാൻ ചോദിക്കുന്നവരും പറയുന്നത് നിങ്ങളെ വീട് മാത്രമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റൂല. ഇപ്പോൾ എൻ്റെ വീടും സ്ഥലം വെറും 6.25 ലക്ഷം റുപ്യക്ക് കാർഷിക ബാങ്കിൻ്റെ പേരിൽ സ്വന്തമാകുമെന്ന് അടുത്ത മാസം 21. സമാനമായ പ്രതിസന്ധി പ്രദേശത്തെ മറ്റു ചിലരും നേരിടുന്നുണ്ട്. അടിയന്തരമായി സർക്കാർ നഷ്ടപരിഹാരം നൽകുകയോ ജപ്തി നടപടി നിർത്തിവെക്കാൻ ഇടപെടുകയോ ചെയ്താൽ മാത്രമേ പ്രതിസന്ധിക്ക് പരിഹാരമാകൂ. ഇവർക്ക് സമാധാനത്തോടു കൂടി അന്ത്യം ഉറങ്ങാൻ വേണ്ടിയുള്ള ഒരു വഴി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കൽ ഒരു ഭരണാധിപന്മാർ എന്നുള്ള രീതിയിൽ പൂർണ്ണമായിട്ട് ഉത്തരവാദിത്തം ഗവൺമെന്റിനുണ്ട്. അതല്ലാതെ വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് വന്നു കഴിഞ്ഞാൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങൾക്കും അതിന് ഗവൺമെന്റ് ഈ കെട്ടിയിട്ടു എന്നതിന്റെ കാര്യത്തിൽ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതായിട്ട് തന്നെ വരും. വികസനത്തിന്റെ കൂടെ നിന്ന് ജനത നേരിടുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ് രോഗശയ്യയിലായ നസീറ. ക്യാമറാമാൻ രാജേഷ് വടകരക്കൊപ്പം ബിജീഷ് ഗോവിന്ദൻ, മീഡിയ 1 കണ്ണൂർ. കണ്ണൂരിൽ നിന്ന് ബിജീഷ് ഗോവിന്ദൻ ഈ വാർത്തയുടെ വിശദമായ വിവരങ്ങൾ നൽകാനായി തത്സമയം ചേരുന്നുണ്ട്. ബിജീഷ്, ഈ സൂചിപ്പിച്ചതുപോലെ വികസനത്തിന്റെ പേരിൽ 1ഉം 2ഉമല്ല 150ലധികം കുടുംബങ്ങളുടെ ഭൂമിയാണ് ഇത്തരത്തിൽ ഏറ്റെടുത്തത്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്ര വർഷം കഴിഞ്ഞിട്ടും ഇവർക്ക് നഷ്ടപരിഹാര തുക നൽകുന്നതിൽ പ്രതിസന്ധിയാകുന്നത്? അമൃത, 2018 ഡിസംബറിലാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം ലോഞ്ച് ചെയ്യുന്നത്. സംസ്ഥാനത്ത് തന്നെ 4ാമത്തെ അന്തർദേശീയ വിമാനത്താവളം. വലിയ പേരായിരുന്നു കണ്ണൂരിന് ഇതുവഴി ലഭിച്ചത്. പക്ഷേ ഈ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഭൂമി വിട്ടുകൊടുത്തവരുടെ അവസ്ഥ ഈ സംഭവത്തിന് ശേഷം, അതായത് വിമാനത്താവളം വന്നതിന് ശേഷം വളരെ പരിതാപകരമാകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പല ഘട്ടങ്ങളിലായിട്ട് പല മേഖലകളിലുള്ളവർ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിന്റെ ഒരു വലിയ പ്രതിസന്ധി 2017 ഭൂമി ഏറ്റെടുത്തുകൊണ്ട് വിജ്ഞാപനം ഇറങ്ങി. പക്ഷേ അത് കഴിഞ്ഞ് ഇതിന്റെ സാങ്കേതികമായിട്ടുള്ള നടപടികൾ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുകയാണ്. വർഷങ്ങൾ പലത് കഴിഞ്ഞു, പക്ഷേ ഈ നടപടികളൊന്നും പൂർത്തിയായിട്ടില്ല. ഇതുവരെ ഇവർക്ക് പണം ലഭിക്കുന്നതിനുള്ള ഒരു നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അന്ന് ഏകദേശം ഈ പറയുന്ന കാനാട് എന്ന് പറയുന്ന മേഖലയിൽ മാത്രം സെന്റിന് 8 ലക്ഷത്തിന് മുകളിലാണ് അധികൃതർ വാഗ്ദാനം ചെയ്തിരുന്നത്. പക്ഷേ ആ 8 ലക്ഷം രൂപ ലഭിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കാൻ അധികൃതർക്ക് ഇതുവരെ ആയിട്ടില്ല. ഇപ്പൊ നമ്മൾ ഈ വാർത്തയിൽ കണ്ട നസീറയുടെ ഭർത്താവ് പറയുന്നത് പോലെ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, അതായത് സ്വന്തം ഭൂമി പക്ഷെ അത് വിൽക്കാൻ ഞങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി വിൽക്കുന്നതിനുള്ള ഒരു അനുമതിയില്ലാത്തൊരു സ്ഥലമായിട്ട് നമ്മുടെ നാട് മാറി എന്നുള്ളതാണ് പറയുന്നത്. അത് വിമാനത്താവളം വന്നതിന് ശേഷം ആ നാട്ടുകാർ നേരിട്ട ഒരു വലിയ പ്രതിസന്ധിയാണ്. അവർക്ക് ഈ ഭൂമി അവരുടേതല്ല, തങ്ങൾ താമസിക്കുന്ന ഭൂമി അവരുടേതല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നതിനായിട്ട് ഒരു 3-4 മാസം കൂടുന്ന സമയത്ത് ഈ വിമാനത്താവള അധികൃതർ അല്ലെങ്കിൽ അവിടെയുള്ള റവന്യൂ വകുപ്പ് അധികൃതർ വന്ന് ഈ സ്ഥലം അളക്കുന്ന ഒരു നടപടി മാത്രം ഉണ്ടാകും. അതിനകത്തൂടെ ഇവർക്ക് ലഭിക്കുന്ന ഒരു ഭീതിയാണ്. ഈ ഭീതിക്കപ്പുറത്തേക്ക് ഇവർക്ക് ഈ ഭൂമിക്ക് തക്കതായ പ്രതിഫലം ലഭിക്കുന്നതിനോ അത് മറ്റേതെങ്കിലും തരത്തിൽ ഉപയോഗിക്കുന്നതിനോ ആവശ്യമായിട്ടുള്ള ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. നേരത്തെ ഈ വിഷയം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. അന്ന് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും മുഖ്യമന്ത്രി കണ്ണൂർ കളക്ടറേറ്റിൽ ഇത് സംബന്ധിച്ച് പ്രത്യേക യോഗം വിളിക്കുകയും ചെയ്തിരുന്നു. ആ യോഗത്തിനകത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. പക്ഷേ ആ നിർദ്ദേശത്തിനപ്പുറത്തേക്ക് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഒരു നടപടിയും ഇതുവരുടെ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഈ കാനാട് എന്ന് പറയുന്ന ഭാഗത്ത് മാത്രം ഏകദേശം 165ഓളം കുടുംബങ്ങളാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധി നേരിടുന്നത്. ഇതിൽ പലരും നേരത്തെ സ്ഥലം വിട്ടുകൊടുത്തവരിൽ പലരും മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെ പിൻഗാമികൾക്ക് പോലും ഇതിന്റെ ഒരു ഫലം ലഭിക്കുന്നതിനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. അത് വലിയ തരത്തിലുള്ള ഒരു ആശങ്കയാണ് ഈ പ്രദേശത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനൊപ്പമാണിപ്പോൾ ഈ ഭൂമി വെച്ച് ചികിത്സാ ആവശ്യത്തിനായിട്ട് പണം 5 ലക്ഷം രൂപ
ഏകദേശം 6 വർഷം മുൻപെടുത്ത നസീറ എന്ന് പറയുന്ന സ്ത്രീക്ക് ഇപ്പോൾ തലശ്ശേരി കാർഷിക വികസന ബാങ്കിൽ നിന്നുള്ള ജപ്തി നോട്ടീസ് കൂടി വന്നിരിക്കുന്നത്. ഈ ജപ്തി നോട്ടീസ് വന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ആശങ്ക ആ മേഖലയിലാകെ പടർന്നിരിക്കുകയും ചെയ്തിരിക്കുന്നത്. അതെ, ഒന്നും രണ്ടുമല്ല 150-ലധികം കുടുംബങ്ങളാണ് ഇത്തരത്തിലൊരു ആശങ്കയിലായിരിക്കുന്നത്. സ്വന്തം ഭൂമി ഉണ്ടായിട്ടും അത് ക്രയവിക്രയം ചെയ്യാനോ അല്ലെങ്കിൽ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനോ കഴിയാത്തൊരവസ്ഥയിലാണ് അവിടുത്തെ ജനങ്ങളുള്ളത്.